എൻ്റെ സന്നിധിയിലായിരിക്കാം. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും തിരുവചനത്തിലായിരിക്കട്ടെ. ഇന്നത്തെ വിശുദ്ധ പകൽക്കാലം അതിൻ്റെ വിശുദ്ധിയോടും പരിപാവനതയോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഒരു വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം 14-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾക്ക് ഇപ്രകാരം ഈ ഓൺലൈൻ മാധ്യമത്തിലൂടെ കർത്താവെ ഒരുമിച്ച് വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അവിടുത്തെ കൃപ എത്ര വലിയതാണ്. അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടിതാവും, അവിടുന്ന് ഞങ്ങളുടെ പരിപാലകനും, അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനും, അവിടുന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും, അവിടുന്ന് ഞങ്ങളുടെ ഉറപ്പുള്ള പാറയും, അവിടുന്ന് ഞങ്ങളുടെ സങ്കേതവും, അവിടുന്ന് ഞങ്ങളുടെ സർവസ്വമായിരിക്കിയാൽ അടിയങ്ങൾ അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. എല്ലാ സ്തുതികൾക്കും യോഗ്യനായ കർത്താവിനെ അടിയങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവെ, അല്പസമയം പാദപീഠത്തിലിരിക്കട്ടെ. കർത്താവേ, അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനത്താൽ അടിയങ്ങളെ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട തിരുവചനം, അതേ ആത്മാവിനാൽ ഇന്ന് പകൽക്കാലം അടിയങ്ങളോട് സംസാരിക്കണമേ. കർത്താവേ, അടിയങ്ങൾ വചനം കേൾക്കുക മാത്രമല്ല, അതിനനുസരിച്ച് അടിയങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ, വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കുവാൻ, യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. സകലമാനവും മഹത്വവും കർത്താവ് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് വായിച്ചത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഇന്ന് എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. എൻ്റെ കൈവശമിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. ദൈവത്തിൻ്റെ വചനം, ജീവനും ചൈതന്യവുമുള്ള ദൈവത്തിൻ്റെ വചനം, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനം, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുന്ന ദൈവത്തിൻ്റെ വചനം, പാപികളെ മാനസാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം, പിന്മാറ്റക്കാരെ മടക്കി വരുത്തുന്ന ദൈവത്തിൻ്റെ വചനം, രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ വചനം, മനം തകർന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട വ്യക്തി ജീവിതങ്ങൾക്ക് ആമേൻ പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ വചനം, നൂറ്റാണ്ടുകളായി മാനവ ഹൃദയങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ആമേൻ, അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ പാതയ്ക്ക് പ്രകാശമേകുന്ന ദൈവത്തിൻ്റെ വചനം, ആമേൻ, മാനവ ഹൃദയങ്ങളിൽ പരിവർത്തനത്തിൻ്റെ കൊടുങ്കാറ്റഴിച്ചുവിട്ട ദൈവത്തിൻ്റെ വചനം, മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, മദ്യപാനികളെ സന്മാർഗികളാക്കുന്ന ദൈവത്തിൻ്റെ വചനം, മനുഷ്യ ജീവിതങ്ങളെ സമൂല പരിവർത്തനത്തിന് വിധേയമാക്കുന്ന ദൈവത്തിൻ്റെ വചനം, അബ്രാമിനെ അബ്രഹാമാക്കിയ ദൈവത്തിൻ്റെ വചനം, യാക്കോബിനെ ഇസ്രായേൽ ആക്കിയ ദൈവത്തിൻ്റെ വചനം, ഭീരുവായിരുന്ന പത്രോസിനെ ധീരനാക്കിയ ദൈവത്തിൻ്റെ വചനം, ക്രിസ്ത്യാനിത്വത്തിനെതിരെ പടവാളെടുത്ത ആമേൻ ശൗലിനെ പൗലോസാക്കിയ ദൈവത്തിൻ്റെ വചനം, എന്നെയും നിങ്ങളെയും നിത്യതയുടെ വെളിച്ചത്തിൽ കൈപിടിച്ച് നടത്തുന്ന തമ്പുരാന്റെ തിരുവചനം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ മാറ്റമില്ലാത്ത തിരുവചനം ഇന്ന് പകൽക്കാലം നമ്മോട് പറയുന്നു: രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ദൈവത്തിന് സ്തോത്രം. നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം മുമ്പെന്നത്തെക്കാളും അധികമായി പ്രസംഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ശരിയല്ലേ? ഈ കൊറോണയ്ക്ക് മുമ്പ് നാം ഒന്ന് ശ്രദ്ധിച്ചാൽ
തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കപ്പെടുമായിരുന്നു. ദൈവാലയങ്ങളിലൂടെ തിരുവചനം പ്രസംഗിക്കപ്പെടുമായിരുന്നു. കൺവെൻഷൻ യോഗങ്ങളിലൂടെയും ക്രൂസേഡുകളിലൂടെയും തിരുവചനം പ്രസംഗിക്കപ്പെടുമായിരുന്നു. എന്നാൽ ഇന്നോ ദൈവവചനത്തിന്റെ ശക്തമായ മാധ്യമമായ, അല്ലെങ്കിൽ വാർത്താവിനിമയത്തിന്റെ ശക്തമായ മാധ്യമമായ ഓൺലൈൻ മാധ്യമത്തിലൂടെ ഇന്ന് തിരുവചനം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ അമേരിക്കയിലിരിക്കുന്ന വ്യക്തിയും ഓസ്ട്രേലിയയിലിരിക്കുന്ന വ്യക്തിയും ന്യൂസിലാൻഡിലിരിക്കുന്ന വ്യക്തിയും ലോകത്തിന്റെ ഏത് കോണിലുമുള്ള വ്യക്തി തത്സമയം ഈ പ്രസംഗം കേൾക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ഇത്ര വേഗത്തിൽ ലോകത്തിൽ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വരവ് അടുക്ക വാതിൽക്കലായിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ പ്രാണപ്രിയന്റെ വരവ് അടുക്കെ വാതിൽക്കലായിരിക്കുന്നു. യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു. എന്തു പറഞ്ഞു? രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഏത് സന്ദർഭത്തിലാണ് നമ്മുടെ കർത്താവ് ഇത് പറഞ്ഞത്? അതറിയണമെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 3 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഇതിന്റെ സന്ദർഭം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏത് സന്ദർഭത്തിലാണ് കർത്താവ് പറഞ്ഞത്? മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 3 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ. അവിടെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടുന്ന് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ അവിടുത്തെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും അങ്ങയുടെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്നും അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേർ എടുത്തു വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശു കർത്താവ് എന്താ പറഞ്ഞത്? രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പൊ എന്റെ ചോദ്യം, ഏത് സുവിശേഷമാണ് ലോകത്തിലെങ്ങും സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടേണ്ടത്? നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷമുണ്ട്, മർക്കോസിന്റെ സുവിശേഷമുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷമുണ്ട്, യോഹന്നാന്റെ സുവിശേഷമുണ്ട്. അങ്ങനെ 4 സുവിശേഷങ്ങളുണ്ട്. എന്നാൽ സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടേണ്ട ഒരു സുവിശേഷത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പാട് പ്രവചനത്തിന്റെ 14-ാം അധ്യായം അതിന്റെ 6 മുതൽ 12 വരെയുള്ള വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തില് വെളിപ്പാട് പ്രവചനം എന്ന് പറയുന്നത് അന്ത്യകാലത്തിന്റെ അന്ത്യനിമിഷത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. കാരണം ഇത് അന്ത്യകാലത്തേക്കുള്ള പുസ്തകമാണ്. ഈ പുസ്തകം പ്രസംഗിക്കപ്പെടേണ്ട ഒരു സുവിശേഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതേത് സുവിശേഷമാണ്? നമുക്ക് തിരുവചനത്തിലേക്ക് വരാം. വെളിപ്പാട് പ്രവചനം അതിന്റെ 14-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോടറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തേക്ക് മഹത്വം കൊടുപ്പീൻ. അവിടുത്തെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്നവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു വീണുപോയി. തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിച്ച്
കൈമേലോ നെറ്റിമേലോ മുദ്രയേൽക്കുന്ന യവനും ദൈവ കോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവ ക്രോധമദ്യം കുടിക്കേണ്ടി വരും. കുഞ്ഞാടിനും വിശുദ്ധ ദൂതന്മാർക്ക് മുമ്പാകെ അഗ്നി ഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്രയേൽക്കുന്ന യവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകയില്ല. ദൈവ കൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം ഈ തിരുവചന ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ അന്ത്യകാലത്ത് പ്രസംഗിക്കപ്പെടേണ്ട 3 ദൂതന്മാരുടെ ദൂതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ 3 ദൂതന്മാരുടെ ദൂതില് 1-ാം ദൂതന്റെ ദൂതാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 1-ാം ദൂതന്റെ ദൂത് അവിടെ വെളിപ്പാട് പ്രവചനത്തില് നാം മനസ്സിലാക്കുന്നത്, ഈ ദൂതൻ ആകാശമധ്യേ പറക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ദൂതൻ ആകാശമധ്യേ പറക്കുന്നത്? അതിന്റെ കാരണം, ഈ ദൂതന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ട്. ആ നിത്യ സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക ജാതിക്ക് വേണ്ടിയിട്ടോ, ഏതെങ്കിലും പ്രത്യേക മതവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടോ, ഏതെങ്കിലും പ്രത്യേക രാജ്യക്കാർക്ക് വേണ്ടിയിട്ടോ, ഏതെങ്കിലും പ്രത്യേക ഭൂവിഭാഗത്തിന് വേണ്ടിയിട്ടോ ഉള്ള ദൂതല്ല. പിന്നെയോ ഇത് സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാനുള്ള നിത്യ സുവിശേഷമാണ് ഈ ദൂതന്റെ പക്കലുള്ളത്. അതുകൊണ്ടാണ് ഈ ദൂതൻ ആകാശമധ്യേ പറക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന് മുമ്പായിട്ട് ഈ ദൂത് സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ദൂതന്റെ ദൂത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതൊരു ന്യായവിധിയുടെ ദൂതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ന്യായവിധിയുടെ ദൂത് എപ്പോഴും കർത്താവിന്റെ 2-ാം വരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ആരാണ് ഈ ദൂതൻ? ദൂതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അന്ത്യകൃപാ ദൂതുകൾ ലോകത്തോട് അറിയിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാരാണ്. എന്താണ് ഈ വിശുദ്ധന്മാരുടെ പ്രത്യേകത? ഈ വിശുദ്ധന്മാരുടെ പ്രത്യേകത, അവരുടെ പക്കൽ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാനുള്ള ഒരു നിത്യ സുവിശേഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരാണ് ഈ നിത്യ സുവിശേഷം? പ്രിയമുള്ളവരെ, ലോക ചരിത്രത്തെ AD എന്നും BC എന്നും 2-ആയി കീറി മുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ മധ്യഭാഗത്ത് നിൽക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. ചരിത്രം ചമച്ചവൻ, ചരിത്രം തിരുത്തിയവൻ, ചരിത്രത്തെ ചാലുതിരിച്ചവൻ, ചരിത്രത്തിൽ ചോരയിൽ ചാലിച്ച ചരിത്രം എഴുതിയവൻ, ചുങ്കം പിരിച്ച ചുങ്കക്കാരനെ പോലും ചങ്ങാതിയാക്കിയവൻ, ചമ്മട്ടിയാൽ ചതയ്ക്കപ്പെട്ടവൻ, ചങ്ക് തകർന്ന് പിടഞ്ഞവൻ, ചങ്കിലെ ചോര ഊറ്റിത്തന്നവൻ, ചങ്ക് കുത്തി തുറന്നവനെ പോലും ചങ്കോടണച്ചവൻ. ഹല്ലേലൂയ. അഖിലാണ്ടത്തിന്റെ ഉടയവനും അണ്ടകടാഹങ്ങളുടെ സൃഷ്ടിതാവും എന്റെയും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനും പരിപാലകനുമായ നസ്രയനായ യേശു ക്രിസ്തുവാണ് സുവിശേഷം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതെ, വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന നിത്യ സുവിശേഷമായവൻ, വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന നിത്യ രക്ഷയ്ക്ക് കാരണഭൂതനായവൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശുക്രിസ്തു, ലോകത്തിന്റെ വെളിച്ചമായവൻ, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവൻ, പകൽ വാഴുവാൻ വലിയ വെളിച്ചത്തെയും രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചത്തെയും ഉണ്ടാക്കിയവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്നവൻ, വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പാടുകാരനായ യോഹന്നാന് വെളിപ്പെടുത്തപ്പെട്ടവൻ, ജഡത്തിൽ വെളിപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനെ വെല്ലുവിളിച്ച പൗലോസിനെ വെളിച്ചം നൽകി വിളിച്ചിറക്കിയവൻ, കാരാഗൃഹ പ്രമാണിയെ കൊണ്ട് വെളിച്ചം എവിടെ എന്ന് ചോദിപ്പിച്ചവൻ, സർവ്വലോകത്തെയും പ്രകാശിപ്പിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തുവാണ് നിത്യ സുവിശേഷം. ഇതിനപ്പുറം വേറൊരു സുവിശേഷമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു. എന്താണ് 1-ാം ദൂതൻ ലോകത്തോട് വിളിച്ചറിയിക്കുന്ന നിത്യ സുവിശേഷം? വെളിപ്പാട് പ്രവചനം 14-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ 1-ാം ദൂതൻ ലോകത്തോട് വിളിച്ചറിയിക്കുന്ന സുവിശേഷം ഏതാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് വെളിപ്പാട് 14:7 പറയുന്നത്?
ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തേക്ക് മഹത്വം കൊടുപ്പീൻ. അവിടുത്തെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്നവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒന്നാം ദൂതൻ ലോകത്തോട് ഘോഷിക്കുന്ന ആമേൻ നിത്യ സുവിശേഷത്തില് നാം ഈ തിരുവചന ഭാഗം പഠിച്ചാൽ, വെളിപ്പാട് പ്രവചനം 14 അധ്യായം 7 വാക്യം പഠിച്ചാൽ, ഒന്നാം ദൂതന്റെ ദൂതില് 3 പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 3 പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ. 1, ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തേക്ക് മഹത്വം കൊടുക്കണം. 2, അവിടുത്തെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. 3, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓരോന്നായിട്ട് ചിന്തിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമതായിട്ട്, ഒന്നാം ദൂതന്റെ ദൂതിലടങ്ങിയിരിക്കുന്ന ഒന്നാമത്തെ സന്ദേശം, നമ്മോടുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒന്നാമത്തെ ആലോചന എന്ന് പറയുന്നത്, നാം ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തേക്ക് മഹത്വം കൊടുക്കണം. എങ്ങനെയാണ്